അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അക്കുവിൻ്റെ അക്കുവിൻ്റെ ഈ പൂത്തിൻ്റെ മൂക്കേറ് നമ്മൾ അഴിച്ചു കളഞ്ഞായിരുന്നു, ടൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതിനെ പിന്നെയും മൂക്കൂത്താനുള്ളൊരു പ്ലാനാണ്. നമ്മുടെ മൂക്കൂത്താളെ ആളൊക്കെ വന്നിട്ടുണ്ട്. ബാ ആളെ ഞാൻ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടായിരുന്നു. അപ്പം നമ്മുടെ അക്കുവിൻ്റെ പൂത്തിനെ പിന്നെയും കുത്താണ്ടി വരും. അത്രയും വേദനയൊന്നും വരത്തില്ല. അപ്പം മൂക്കേറ് അഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് ഇച്ചിരി ലൂസിട്ട് കുത്തണം. ഇച്ചിരി പ്ലേറ്റ് കുത്തണം കേട്ടാ, ഇച്ചിരി ലൂസാക്കിയിട്ട് കുത്തണം. അതുകൊണ്ടൊരു കെട്ടിയാൽ മതി, അതാകുമ്പോൾ അഴിക്കാം. നിങ്ങൾ അത്രയും മുറുക്കി കെട്ടിയോണ്ടാ. പിന്നെ ഈ വട്ടക്കയറേ, പിന്നെ വട്ടക്കയറ് രണ്ടിനിടണം കേട്ടാ. ഒറ്റ കയറേ ഉള്ളത് അല്ലേ? അന്ന് ഇത് തീരെ ചെറുതായിരുന്നടാ. എന്തായാലും നമ്മുടെ അക്കുവിൻ്റെ പൂത്തിനെ മൂക്ക് കുത്താൻ പോവാണ്. യൂട്യൂബറാണ് കണ്ട, എല്ലാ യൂട്യൂബിൽ വരും എല്ലാം പറയുന്നത്. കുറുക്കി കെട്ടിക്കും. ബാ നിന്നെ കണ്ടപ്പോഴേ അത് പേടിച്ചേട്ടാ. ഞങ്ങളൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ലാത്തേണ്ട, നിന്നെ കണ്ടപ്പോൾ അതിന് മനസ്സിലായി സാധനത്തിന്. പിന്നെയും കുത്താൻ പോവാ. ഹോളുണ്ടാടാ, കയറിട്ടാ മതിയില്ലേ? കയറുരിക്കാൻ മാത്രം മതിയില്ലേ? നമ്മളത്ര വേദനയൊന്നും വരത്തില്ല. പിന്നെ വയറിളകുവാണല്ലോ. പേടിച്ചിട്ട ക്ഷീണമൊന്നുമില്ലടാ ഞങ്ങളുടെ അപ്പുറം. ഞങ്ങളുടെ പൂച്ചയും കണ്ടോ? എല്ലാരും തിരക്കുന്നുണ്ട്. നിങ്ങളുടെ പൂച്ചയാ? കണ്ട എന്തോ. ഞങ്ങളുടെ പൂച്ച എങ്ങനെയുണ്ട് ഇപ്പൊ? ഹെയറൊക്കെ എങ്ങനെയുണ്ട്? കുളിപ്പിക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ടോ? പിന്നെ ആളെ കുളിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് മടുത്ത് ഞാൻ രാവിലെ ഇതിനെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാമെങ്കിലേ വാങ്ങിക്കാളൂ. ഞങ്ങളുടെ രാത്രി ഞങ്ങളുടെ അമ്മയുടെ കൂടെ കയറി കിടക്കും. ചിരിക്കുന്നടാ പോത്ത്. അതെങ്ങനെ വല്യ എപ്പിക്കണം. ഇതിന്റെ വല്ലൊക്കെ കണ്ട എത്ര വല്ലുണ്ട്? മറ്റേ ഹോള് ഉണ്ട് ഇതിന് ഓൾറെഡി. ഉണ്ടല്ലേ? പിന്നെയും കുത്തി. അല്ല അത്രയും വലിച്ചതാ, ഞാൻ കണ്ടായിരുന്നു. ഞാനോടത്ത് കുഴപ്പമില്ലായിരിക്കും. ഞാൻ പിന്നെ വയ്യായിരുന്നോണ്ട് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അതിന് മുമ്പാ ഞാൻ കണ്ടത്. ഞാൻ ഇപ്പൊ അക്കുവിനോട് ചോദിച്ചായിരുന്നു. ഞാനറിയണ്ടേ ഇത് ഈ കാര്യം? ഞാൻ രാത്രി വന്ന് ഇത് കണ്ടിട്ട് അങ്ങ് വിട്ടുകൂടി. ഇച്ചിരി ലൂസ് ഇട്ടങ്ങ്. അല്ല നമ്മളിപ്പോ ചെയ്യുന്ന അറിയാമോ? നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ട് അതുപോലെ കാര്യം നീട്ടിയിട്ടിട്ട് ഞാൻ എന്നെ കൊണ്ട് നല്ലപോലെ ഇളത്തിയിട്ട സാധനം ഇത്. എല്ലാം മുറുകി പോയത്. ഇതിന്റെ കുടുക്കൊക്കെ എഴുതുന്ന കാണിച്ച് നോക്കട്ടെ. കുടുക്ക അവിടെ ആയിരിക്കുന്നു. ഇതിനകത്ത് ഇങ്ങനെ കത്തിക്കുന്നു. കത്തിക്കണ്ട, വേണ്ടേ? പുതിയ ടെക്നോളജിയാണ്. ആരെങ്കിലൊക്കെ വിളിച്ചായിരുന്നു? ആരും വിളിച്ചില്ലേ? ആരും വിളിച്ചില്ലെന്ന് പറഞ്ഞ പുള്ളിയുടെ കുത്ത് കണ്ടിട്ട്. ഒരു കാള കിട്ടിയായിരുന്നു 1600 രൂപ. ഏതാ കാള? നീ വാങ്ങിച്ചേ? 1600. അതിനെ കുത്തുന്നതിന് അതെവിടെയായിരുന്നു? അല്ലെന്ന് കിട്ടിയെന്ന് വാങ്ങിച്ച ഞങ്ങളുടെ പെങ്ങടെ. നീ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോണോ? ഞങ്ങളുടെ വീട്ടിലല്ല, ഞാൻ പാപ്പന്റെ വീട്ടിൽ. ആണോ? അത് വീട്ടിൽ പോണ്ട, അതിന്റെ വീട്ടിൽ ഒന്നും വരാം. എന്റെ വീട്ടിലല്ലേ, ഞങ്ങളുടെ പാപ്പന്റെ. കാല് വേണമെന്ന് ഉടക്കാൻ വയ്യായിരുന്നു.
ഇച്ചിരി ടൈറ്റ് ആകണോടാ, കയറിച്ചിയോ ടൈറ്റ് ആകണം. പ്ലേ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നമ്മുടെ കയറ് കയറ്റി, നമ്മുടെ കയറ് ഇവിടെ കിടപ്പുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടെ മേടിച്ചിട്ട് മുറുക്കത്. ഇരുന്ന് ഇച്ചിരി വലിച്ചു. ഇപ്പൊ അടുത്തടുത്ത് ചെയ്തിട്ട് വന്നു. ഇന്ന് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇപ്പൊ ഒരെണ്ണം വട്ടക്കയറ് ഇടാ, മൂക്ക് ഈ കയറിടാണ്ട് കെട്ടാനുള്ള കയറില്ലേ, അതെവിടെ ആയിരുന്നു? അത് നമ്മുടെ പള്ളിയുടെ ഇവിടെ നോക്കട്ടെ. 2-3 മണി കഴിഞ്ഞിട്ട് വരുമല്ലേ? ഞായറാഴ്ച സ്പെഷ്യലല്ലേ? ഞായറാഴ്ച ബസ്സിലാണ്, അല്ലാതെ കട ഇറങ്ങത്തുള്ളൂ. കാലുടക്കണമെന്ന് വേണ്ട, മേളുണ്ട്. എടുക്കട്ടെ. കാലുടക്കണോടാ. ആ പക്ഷെ കാലൊന്നും ഉടക്കേണ്ടി വരും കേട്ടോ, അത് കറങ്ങത്തേ ഉള്ളു ജസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ അത് ഇരിക്കണം കാലും കൊണ്ടും. പിടിച്ചോ, ബാ ബാ. അലക്കും കേട്ടോ അടുത്ത്, ആ ഹോളിൽ തന്നെ കുത്താനല്ലേ? ചെറിയതായിട്ട് ഹോളുണ്ടോ? അടയും പറ്റില്ലേ പെട്ടെന്ന്? അങ്ങനെയുള്ളൂ അല്ലേ? ആണല്ലേ? എന്ന് വെച്ചാൽ സംഭവം തടിയോ, ഈ കയറ് പതിയും തോറും കിടന്ന് ഈളി അടിഞ്ഞോണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഒന്ന് കറക്കി വിടണം കയറ്, ഇടയ്ക്ക് ഇരിക്കും തോറും ഒന്ന് കറക്കി ഇടയ്ക്കിടയ്ക്കല്ലേ? അല്ലാതെ അത് പഠിക്കുന്നതല്ലേ അല്ല. കാല് നടക്കാൻ വയ്യായിരുന്നോ? പത്രയും കറങ്ങും. നമ്മുടെ കയറെടുത്തിട്ട് കാലുടക്ക് നമ്മുടെ കയറെടുത്തിട്ട് ഒന്ന് വെക്കട്ടെ അല്ലേ? നമ്മുടെ കയറെടുത്തിട്ട് നിന്റെ അഹങ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് വലിച്ചേട്ടാണ്. ഇനി തുരുത്തിനുണ്ട്, തുരുത്തി പോണം. വലിയ പോത്താണോ? അത് ചെറുതാണ്, എല്ലാം ചെറിയ അല്ലേ? അല്ല വലുത്. കയറുമാറുണ്ടോ? അല്ലോ എരിഞ്ഞ് പോത്തുണ്ട്, ഒരു എരിഞ്ഞ് ഒരു എരുമക്കിടാവും പോത്തുണ്ടോ. ഇപ്പൊ തന്നെ ഉണ്ടോ? അത് കക്കാത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എല്ലാം കുത്താണെങ്കിൽ വിളിക്കണം, നമുക്ക് വീഡിയോ എടുക്കാൻ പോയി. ഇന്നലെ രാത്രി പോയി ആ കാളെ കുത്തിയത്, വലിയ കളിയാണ്, ഏറ്റവും അയച്ച കാള. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പറ, നമ്മുടെ എന്തോ വ്യൂവേഴ്സിനെയും കൂടെ കാണിച്ചു കൊടുക്കാം. അത് ഞാൻ ഞായറാഴ്ചയായിരുന്നു. അത് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച രാജീവിനെ ആയപ്പോൾ എന്നെ വിളിച്ച് കാളെ കൊണ്ടുവന്നു. അയച്ചുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇല്ല അല്ലേ? അയച്ചുകൊണ്ട് കിടക്കാൻ അത് ഇരുന്നോളൂ. ആദ്യം മര്യാദക്ക് കുത്താൻ നോക്കിയത് നമ്മുടെ അക്കുവിന്റെ പോത്തിന്. എന്നിട്ട് കറക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. മതി കഴിഞ്ഞടാ. അധികം ബ്ലഡ് വരുമോ ഇനി? വരുമല്ലേ? അന്നത് അത്രയും വരത്തില്ലല്ലേ? ചോര വരുന്നുണ്ട്. അന്നേരം അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല, ചോര വരുന്നുണ്ട്. ഉപ്പുവെള്ളം കലക്കി ഒഴിച്ചാൽ പോരെ അന്നത്തെ പോലെ തന്നെ? ആള് കുഴഞ്ഞ കേട്ടോ.
ആള് ടയേർഡായില്ലേ? ചാട്ടത്തോടെ ആട്ടോ. ഇനിയൊന്നും പിടിക്കത്തില്ലല്ലേ? അയ്യോ, വട്ടക്കയറിടാനുള്ള കയറുണ്ടോ? അത് നല്ലൊരു വട്ടക്കയറണേ. അതങ്ങ് ഭയങ്കര ചെറുതായിപ്പോയി. അന്ന് ഇത് ഭയങ്കര ശോഷിച്ചിരിക്കല്ലായിരുന്നടാ, ചെറിയ കിടാവല്ലായിരുന്നു അന്ന്. അത് മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഇനിയിപ്പോ ഇച്ചിരി കനത്തിൽ തന്നെ ഇട്ടു. തൊടിക്കത്തില്ല. കൊമ്പ് ചേറുള്ള കിടാവ. ബാ ബാ. അങ്ങനെ തന്നെ എടുത്ത് ഞാൻ കിടത്തി. ആശിപ്ലായി ഇട്ടോ. നമുക്കേ ഒന്ന് കെട്ടി വെക്കാം. അല്ലാതെ ഈ കയറ് വലിയ ചെയ്യും ഒന്നും കൂടെ അല്ലേ? ഈ കയറ് ഒന്നുകൂടെ ആയി. പക്കുവിൻ്റെ പൂത്തിന് നമ്മൾ പിന്നെയും മൂപ്പേ കുത്തി. എല്ലായിടത്തുനിന്നും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോടാ ഇങ്ങനെ? ചവിട്ടുള്ളൂ കുത്തുള്ളൂ ഒക്കെ. എന്നെ ചവിട്ടണ ഞാൻ വെച്ച് പൊളിക്കും. എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കണം വിടത്തില്ലേ. ചേലക്കാട് പോയി പറഞ്ഞാൽ പിടിക്കും. അല്ല, ഇപ്പൊ വലിയ കിടാവാണെങ്കിൽ ഒറ്റയ്ക്കേ പോത്തുള്ളൂ. വലിയ പോത്തൊക്കെയാണ്. വലിയ പോത്താണെങ്കിലും നമുക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് തന്നെ പോവുക. സുഖമായിട്ട് ചെയ്യാം. സുഖമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ഏറ്റവും സുഖമായിട്ട് ചെയ്യാന്ന് പറ്റുന്ന സാധനമാണ്. ഇനി ഒരു ദിവസം ഇയാൾ വലിയ പോത്തിനെ ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ട് വിളിക്കും, കയറ് മാറാനൊക്കെ. നമുക്ക് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണാമല്ലോ എങ്ങനെയാ ചെയ്യുന്ന. നമ്മളിപ്പോ ചെയ്തില്ലേ അതുപോലെ തന്നെ ഈ മെത്തേഡ് തന്നെ പിടിച്ച് വട്ടം കെട്ടുക, മോതക്ക് കയറിട്ട് നേരെ കെട്ടുക. അത്രേ ഉള്ളൂ. ഒറ്റ പിടിയെ പിടിച്ചത് അന്ന് നമ്മൾ ചെയ്തില്ലേ. അതുപോലെ രണ്ടാമത്തെ കെട്ടിന് താഴെ വീഴുമില്ലേ? വീഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല ഇതേക്കാട്ടിയൊക്കെ വലിയത് ചേലക്കാടല്ല പുള്ളിക്കാരൻ്റെ അങ്ങനത്തെ പോത്ത്. പുള്ളിക്കാരൻ്റെ ഓട്ടം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ 2 പ്രാവശ്യം ഇടിക്കാൻ പറ്റും. ഞാൻ നേരെ കയറി മൂക്കിൻ്റെ അകത്താണ്. മൂക്കിൻ്റെ അകത്ത് വിളിച്ചാണ് വലിച്ചു കൊണ്ടുവന്ന് തെങ്ങ കൊണ്ടുവന്നൊരു വെട്ടി അവിടെ കിടക്കും. രണ്ടാമത് നമ്മുടെ കാര്യം എന്നെ പേടിയായിരിക്കും. എന്നെ കാണുമ്പോൾ കരയുന്നതായിരുന്നു. കയറൊക്കെ കിട്ടാൻ എല്ലാവർക്കും അറിയാലോ. ചെറിയ കയറാണ്. റോപ്പ്, ചെറിയ റോപ്പില്ലേ? കുഞ്ഞു റോപ്പ്. ഒന്നിനാ ഇച്ചിരി പിടിച്ച് കെട്ടി വെക്കാൻ. ഇല്ല, അവിടെ വല്ലതും കാണും. ഇച്ചിരി മതി, സ്വല്പം. അടിക്കില്ല. ഫാൻസ് ഉള്ള പോത്ത്. ചിക്കടെ കയറ് മുറുക്കിക്കും. ചിക്കടെ മുറുകട്ടെ. കയറ് കെട്ടിയാ നീ അതിന് മറ്റേ കെട്ട് ഇളത്ത് വേണം. ഉടക്കുമല്ലോ. മറ്റേ കെട്ട് കെട്ടാല്ലേ ഇനി? അതിനാണ് അങ്ങനെ ഇടാനാണ് എത്ര ഇളത്തി ഇടുന്നത്. ഇത് 1.5 കാറ് കാറായി. ചെറിയ കയറ് വെച്ചുള്ളൊരു പരിപാടിയുണ്ട്. എല്ലാവരും വേണേൽ ഇത് നോക്കൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോത്തിൻ്റെ കയറ് മാറണ്ട. നമ്മുടെ പോത്തിനെ നമ്മൾ അങ്ങനെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിച്ചാത്തി എന്താ മോളെ? പിച്ചാത്തി
അരിമുല്ലപ്പൂവേ. അപ്പോൾ നമ്മൾ അക്കുവിൻ്റെ പോത്തിനും പിന്നെയും മൂക്കേറിട്ട് 2 വട്ടം ഇടേണ്ടി വന്നു. ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഇല്ലേടാ. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും കയറ് ലൂസ് ഇട്ട്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും എന്തിനാ ഇത്രയും ലൂസെന്ന്. ഇപ്പോൾ നമ്മളൊരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. മൂക്കേറൊക്കെ ഇടുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ. നമ്മളിത് പിടിച്ചൊന്ന് കെട്ടി വെക്കുന്നൊരു സിസ്റ്റമുണ്ട്. ടയറൊക്കെ ഉരുക്കുന്ന പരിപാടിയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. മൂർച്ചയില്ലല്ലേ? ഓർമ്മയുണ്ടല്ലേ? എല്ലാം ഓർത്തെങ്ങനെ വെക്കുന്നടാ. ഇത് ഞാൻ ഇട്ടേക്കാം. ഞാൻ നിന്റെ നമ്പർ ഇട്ടേക്കാം. ആരെ? ആ മില്ലിലിക്കാട. ആ ഹാ ഹാ ആശ്മിക്ക. അതൊരു 10-12,000 പേര് കണ്ട വീഡിയോ. ഈ വീഡിയോയും കാണുന്നുണ്ട് കുറേ പേര്. അപ്പോൾ നീ പിന്നെയും ഫെയിം ആവുമല്ലോ. പത്തമ്മൻ്റെ ഇത് 10 mm ആണ്. 8 അല്ലേ? 8 മതിയാ? ഏത് ആണോ? ഓക്കെ ഓക്കെ. ആ ഇത് കിടക്കണം അല്ലേ? ഇതുപോലെ ആ വാഴ ഇല വേണം. കൂടുതലെടുത്തോ, ഒരുക്കാൻ വേണ്ടിയാണ്. കാറ്റുണ്ടോ? ആളിപ്പം അടിയറവ് പറഞ്ഞു. ഞാൻ കൊടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അലർജിയുടെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഇത് കണ്ടോ ഇപ്പം മാസ്ക് ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ കുറേ പേര് വില പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പെരുന്നാളിന് മുമ്പ് അതിനെക്കാട്ടിയും വിലയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കൊടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞാണ് വയ്യ. കാറ്റ് പോയി കത്തിച്ചു. ലൈറ്റർ ഉണ്ടാക്കി സുഖമായിരുന്നല്ലേ? എവിടെ ആണോ? ആ ഹാ ഹാ. ചെവി അടിക്കാം. ചെവി ആ തസ്ലീം ഞാൻ അറിഞ്ഞത്. അവിടെ കാറ്റ് പിടിക്കും. ബാ കഴിഞ്ഞു. എല്ലാ ഞായറാഴ്ച ഒരു 3-4 കാണും ഇവിടെ കയറുമാറിലും. ചില ഞായറാഴ്ച ഒന്നും കാണാം. ഒന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്ന ഒരു കാളക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ കാളയും പിന്നെ ആ മറ്റേ മിൽമ എടുത്ത പോത്തില്ലേ, 2 എണ്ണം ഉണ്ടായിരുന്നില്ല. അതിന് കിട്ടാ? അതിന് കയറി മാറിയാ? കൊമ്പിന് ഉടക്കാൻ നോക്കുന്നുണ്ട്. അത് വലിയ കൊമ്പ. പൊക്കം ഇതല്ലേ? ആ പൊക്കം വെച്ചാൽ നന്നായ കൊമ്പ് വലുതുള്ളതല്ലേ? ഇത് ഏതിനായിരിക്കടാ കറക്റ്റ്? ആന്ധ്ര ആണോ അതാ പാണ്ഡ്യാണോ? മൊറ തന്നെയാണ് ഇതും. ഇതോ? അത് അവിടുത്തെ അല്ല, ഇതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത്. പാണ്ടിക്കിടാവല്ലേ? എന്തായാലും പഞ്ചായത്തുകാർ കൊടുക്കുമ്പോഴേ ഇച്ചിരി നല്ല കിടാവിനെ കൊടുത്താൽ. ഈ പ്രാവശ്യം കുടുംബശ്രീയുടെ വന്നത് 2 എണ്ണം. ആ
ഇതിന്റെ ഉണ്ട്, ഇതിന്റെ ഉണ്ട്, നമ്മുടെ പഞ്ചായത്തിന്റെ ഉണ്ട്. അടുത്തൊരു അപേക്ഷ വന്നു. ആ ഇല്ല, ഞങ്ങൾ കൊടുത്ത് പിന്നെ പോത്തിന് തന്നെ. എന്ത് പോത്തിന് പിന്നെ ചെടിക്കോ കൊടുത്തത്. ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. അല്ല 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. മറ്റേതും വന്നിട്ടുണ്ടല്ലോ പഞ്ചായത്തിന്റെ. മറ്റൊന്ന് കുടുംബശ്രീയുടെ ഉണ്ട്. ആ വെച്ചിട്ടുണ്ട്. കുടുംബശ്രീ 2 പോത്താ. 2 പോത്താണോ? 2 പോത്താ. പ്രാവശ്യത്തെ 2 പോത്താ. എങ്ങനെ നോക്കും? മറ്റേ എന്റെ പഴയ മൂക്കേറാന്ന് തോന്നുന്നു ആ കിടക്കുന്നത് അല്ലേടാ. അവര് കട്ട് ചെയ്ത് ഇത് കൊടുക്കുന്നു. ഇതിന്റെ എന്തുകൊണ്ട് അതാ നിന്റെ കെട്ടാ ഇതുകൊണ്ട് കിടക്കുന്നു. അത്ര ചെറിയ ഇത് കിട്ടുന്നു ഉള്ളു, ഇച്ചിരിയും കൂടെ നീട്ടമില്ല. അതാ നിന്റെ കയറത് കണ്ടാലേ അറിയാം. ഒരുക്കി കഴിഞ്ഞാ അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. വട്ടക്കയറിടുന്നതിന് മുന്നേ മറ്റേ ഈ മുക്കേറന്ന് വിളിച്ച് കെട്ടിയാലോ, ചെറുതാക്കി കെട്ടിയാലോ മുക്കേറും. ലാസ്റ്റ് കെട്ടാന്നോ? എന്നാൽ വട്ടക്കയറിടാം. ദോണ്ട കിടക്കുന്നു ഇയാടെ. ദോണ്ടല്ലേ ഗുലാഞ്ഞിൻ്റെ അവിടെ അങ്ങോട്ടും. അത് നിൻ്റെ കയറല്ലേ? അതാ ആ കെട്ട് ഞാൻ കണ്ടപ്പോളേ വേറെ. പിന്നെ നമ്മൾ വട്ടക്കയറിടാൻ പോകും അല്ലേ? ആ അതാ പറഞ്ഞു, അതങ്ങ് ടൈറ്റ് ചെയ്യും. നമുക്കിത് ഈ കാര്യമാണ് കാണിക്കാനുള്ളത്. വലിച്ചു പിടിച്ചിട്ട് ചിറക്കത് അത് നമ്മളത് ഈ കയറ് ടൈറ്റ് ആക്കുന്ന വേറൊരു സിസ്റ്റം ഉണ്ട്. ഇതണ്ട, ഇതാണ് നമ്മൾ കാണിക്കാനിരുന്ന കാര്യം. ഇങ്ങനെ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് അഴിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഇത് ടൈറ്റായി ഇരിക്കുകയും ചെയ്യും അല്ലേ? പിന്നീട് കുത്തുകയും വേണ്ട അല്ലേടാ, കയറ് മാറാൻ വേണ്ട. ഇച്ചിരി കയറ് കൂടുതലിട്ട് മൂക്ക് കുത്തിയാൽ ഇങ്ങനെ ചെയ്യാവുന്നൊരു സിസ്റ്റമുണ്ട്. നമ്മുടെ ഓൾറെഡി ഇത് നമ്മുടെ പോത്തിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അടുത്ത വീഡിയോ കാണിച്ചു തരാം. നല്ലോണം കെട്ടിക്കും. എല്ലാം കണ്ടു പഠിക്കും. പിന്നെ എന്ത് ചെയ്യാനാ കണ്ടുപിടിച്ചിട്ട്? ഇത് ഓടിക്കും. അത് കാലൊക്കെ തോച്ചിട്ട് പോകത്തേ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ. ഇതിനെ കുത്തുമ്പോൾ ഞാൻ ഇല്ലായിരുന്നല്ലേ? ആ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ വർക്ക് പിന്നെ എന്തായിരുന്നു അതും കൂടെ ഒന്ന് ഉരുക്കിയേക്കടാ അതിൻ്റെ മുകളിൽ. ആ വട്ടക്കരടം പോയി. ആ അതേതാ ചെറുക്കൻ? ഏതായിരുന്നു ചെക്കൻ? ആ ഇച്ചിരി ഇതും ഇച്ചിരി നോക്കിയിട് കേട്ടോ. 2 കയറിനിടുന്ന 2 കയറാണ്. ഒറ്റ കയറ് ഒരു ഭംഗിയില്ലായിരുന്നു, സേഫ്റ്റി അല്ല. അത് മറ്റേ കയറൊക്കെ അത് പൊട്ടിക്കും വേണേ. ഒറ്റ കയറേ ഇല്ലേ? ഇച്ചിരി ഇറക്കി കേടാ നോക്കട്ടെ ലൂസ് ഉണ്ടാകും. അല്ല വലിയ കൊമ്പായോണ്ട് ഊരി പോകുന്നുള്ള പേടിയുണ്ട്. ഇച്ചിരി കടന്നോട്ടെ, കാരണം ഇനി എപ്പോഴും മാറ്റാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോത്തിനെയൊക്കെ കൊടുക്കുമ്പോഴേ ഉള്ളൂ അവർ വേണേൽ മാറ്റട്ടെ. അതെ, വെട്ടാൻ കൊടുക്കുന്നവരാണെങ്കിലും വളർത്തുന്നവരാണെങ്കിലും അവർ കിട്ടും. അവർ ആദ്യം തലവെട്ടി അങ്ങ് വെക്കും. തലവെട്ടി ഫാറിൻ്റെ വണ്ടൊക്കെ വെച്ചിട്ട് പിന്നെ കാര്യം സാധിക്കും. ബാക്കി തല കണ്ടിട്ടല്ലേ ആൾക്കാർ വരുന്നത്. പിന്നെ ഇതിന്റെ നല്ലൊരു ഇറച്ചിയുണ്ട് പാവം. അത് പക്ഷെ ആർക്കും കൊടുക്കത്തില്ല. എന്തോ അത് അതില് ഇറച്ചിയുടെ ഭാഗം. പക്ഷെ അത് പേരെന്താ? ഈ നെഞ്ചിന്റെ അടുത്ത് എന്തോ ഒരു ഇറച്ചിയല്ലേ? നല്ല ഇറച്ചിയാണ്. പക്ഷെ ഞാനിങ്ങനെ കൊടുക്കത്തില്ല, വെട്ടിയാൽ കൊടുക്കത്തില്ല. സാധനം ആദ്യം പ്രത്യേകം ആദ്യം തന്നെ വെട്ടി മാറ്റി വെക്കും അല്ലേ? ഇറച്ചിയുടെ കൂട്ടത്തിൽ ജസ്റ്റ് സാധനം. മീനെ കൊടുക്കണം. മീനെ കൊടുക്കാമെങ്കിൽ ശാല സെറ്റാകും. അതൊക്കെ കൊടുത്തേൻ. ഇത് കാടി ഭയങ്കര പാടായിരുന്നു. കൂടുതലും പച്ചക്കറി വേസ്റ്റ് ആയി. അങ്ങനെയൊക്കെയാ. ഏറ്റവും നല്ല കാട് പിടിച്ചില്ലെങ്കിലും പച്ചക്കറി വേസ്റ്റ് അടിച്ചാൽ മതി. കാശ് മുടക്കില്ലാത്ത സംഭവം അതാ ഏറ്റവും നല്ലത്. കാശ് മുടക്കില്ലാത്ത എത്ര കയ്യിൽ നിന്ന് കാശ് മുടക്കിയാലും വളരാത്ത പോത്ത് എന്തായാലും ഇങ്ങനെ കഴിക്കത്തുള്ളൂ. പക്ഷെ പച്ചക്കറി വേസ്റ്റ് അടിക്കുന്ന പോത്ത് എങ്ങനെ പോയാലും ആ വേസ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്ത് കഴിക്കാം. നമുക്കൊരു ചിലവില്ല. ലോ കോസ്റ്റില്ലേ നമുക്ക് വളർത്തിയെടുക്കുകയും വളർത്താൻ പറ്റിയ സാധനം. പക്ഷെ എപ്പോഴും എടുക്കുമ്പോൾ 2 പോത്ത് എടുത്തിട്ട് ഗുണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
2 പോത്തെടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരെണ്ണത്തിൽ തീറ്റിച്ചലേ പോകും. ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് ആ എത്ര കാശ് മുടക്കുന്ന കാശ് മാത്രമേ കിട്ടും. 2 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് ലാഭം കിട്ടും, ഒരെണ്ണം തീറ്റിച്ചൽ കിട്ടും. ഞങ്ങളങ്ങനെ പ്രൊഫഷണലായിട്ട് വളർത്തുന്നവരല്ലടാ, ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടി അതുകൂട്ടി ഞങ്ങൾ നോക്കി. ഇപ്പം അടുത്തത് 2 എണ്ണം ഒക്കെയാ. ഇനി വയ്യെന്ന് ഞങ്ങൾ പറയുന്നു. ഒരെണ്ണം പിന്നെ വാങ്ങിച്ച് നമ്മളതിനെ നിർത്തി പെട്ടെന്ന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ നോക്കുന്നു. ഞാനിപ്പോൾ ഇല്ല അവിടുത്തെ ഒരു അയ്യത്തായിട്ടുണ്ട്. എല്ലാം ഇങ്ങോട്ട് വരുമ്പോഴേ ആ പാലം അങ്ങോട്ട് കിടക്കുന്നുണ്ടാടാ പടിഞ്ഞാട്ട്, അവിടെ ഒരു അയ്യം വട്ടക്കയറ് വിട്ടോ. വാല് ശരിയായ ഇവൻ്റെ ഏതിന് ഇതുണ്ട വാല് വേറെ കളറായി പോയിരുന്നു. മഞ്ഞ കളറിലെ മൂത്രമുണ്ട്. ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? ആദ്യം എന്തൊരു ഇതായിരുന്നു. മുക്കേറെ കുത്തി കഴിഞ്ഞപ്പോൾ ആളിന് മനസ്സിലായി. അവർ ഒരു വട്ടം കുത്തിയും ശീലമുള്ളതല്ലേ. അതല്ലേ നമ്മളീ കുത്തും തോറും വേന പറ്റില്ല. അന്ന് ഇത്രയും പിടുത്തൊന്നുമില്ലായിരുന്നു, നീ സിമ്പിളായിട്ട് കുത്തിയിട്ട് പോയല്ലേ. അന്ന് കിടന്ന് അതിന് ആരോഗ്യമില്ല നിൽക്കാൻ പോയി ഞാൻ കിടന്ന് താഴെ കിടന്ന് വന്നു വയ്യായിരുന്നു. ഇപ്പൊ ആളിപ്പം നിന്നെ പൊക്കി താഴെ എന്നെ പൊക്കി താഴെടുത്തൊന്നുമില്ല. നമുക്കറിയാം പണി. പിന്നെ വേണ്ട വെക്കം തോറും നമ്മള് പിന്നെ ഇങ്ങോട്ട് വെള്ളോട്ട് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി അറ്റത്തില്ലല്ലോ. നമുക്ക് പണിയാനൊക്കെ അറിയാം. ഇതിന്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനല്ല ഇവന്റെ അപ്പം പിന്നെ വലുതാക്കിയിട്ടുണ്ട് നമ്മള്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കാളയുടെ കാര്യം. ചെമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് കെട്ടി വീഴ്ത്തി അവനെ നിർത്തി ചെയ്യാനായിട്ട് ചില ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ നിർത്തി ചെയ്യാൻ പറ്റത്തില്ല. അന്ന് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ കെട്ടി കിടത്തൂര്. രണ്ടാമത്തെ കാട്ടുന്ന താഴെ വീഴും. അന്നേരം ചെയ്യും. ഞാൻ വലിയോളം പോയാലേ ഉള്ളായിരുന്നു. അന്നേരം ഇയാൾ വിളിച്ചത് ഒരു പശുവിന് കയറ് മാറാറുണ്ടായിരുന്നു. വട്ടക്കയറല്ല മുക്കയറുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവര് പശുവിനെ കൊണ്ട് കിട്ടി. പിന്നെ നാളെ അടുത്ത ആഴ്ച ചെയ്യാൻ ഞാനാണ് എനിക്ക് 2-3 നേരത്ത് പോകണമായിരുന്നു. ഞാൻ രാവിലെ മറ്റേ പോത്തിനെയും കൂടെ പോയപ്പോൾ പ്ലക്ക് പറഞ്ഞു ഇന്ന് കയറ് മാറാൻ ആള് വരുമെന്ന്. ഞാൻ അന്ന് രാത്രി ഒന്ന് ചെയ്ത് എടുത്തേടേ കണ്ടിച്ചങ്ങ് വിട്ടത്. ആണോ? പിന്നെ കണ്ടിച്ച് വിടേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് കണ്ടിച്ചങ്ങ് വിട്ടതാ. മുറി വന്ന് ഉണാൻ കേട്ടോന്ന് വെച്ച്. ഇതിൻ്റെ ഇപ്പോൾ എത്ര ആഴ്ച ആയിക്കാണോടാ കണ്ടിച്ചിട്ട്? ഇന്നലെ കഴിഞ്ഞ എന്നായിരുന്നു രാത്രി വന്ന് ചെയ്ത്? ഒരാഴ്ച ആയത്താ? പിന്നെ ഒരു 2-3 ദിവസം ആയല്ലേ ഇല്ലേ? അത്ര ആയുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി കയറ് കൊളുത്തണം അല്ലേ? മറ്റേ വട്ട കയറാ അത് കിടക്കണ അതാ കണ്ടിച്ചു വിട്ടേക്കാണ്. ആ ഇതിനകത്തിട്ട് അതിൻ്റെ ദേഹത്ത് വീണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? മോനെ എന്തു പറയുന്നു നീ? ലാസ്റ്റ് പ്രൊസീജിയർ അല്ലേ ഇനി കയറുടക്കുന്നൊരു പരിപാടി. ബാ 2 ദിവസം കഴിഞ്ഞിട്ട് കൊളുത്തിയാൽ പോരായിരുന്നടാ? അതെ കയറ് മൂക്കയറുമായിട്ടെ ഒന്ന്. പിന്നെ ആരും ഇല്ലല്ലേ? ആ നേട്ടോ നമ്മള് 2ാം കുത്തിയല്ലോ. അപ്പൊ വലിയ ബുദ്ധിമുട്ട് എടുത്തില്ലല്ലേ? നമ്മള് ആദ്യം കുത്തുമ്പോഴേ ഉള്ളു. അങ്ങനെ ഇപ്പൊ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ അറിയാ? ഇപ്പൊ നമ്മള് എന്ന് വെച്ചാൽ ഇന്നിപ്പൊ ചെയ്തേക്കുന്നത് അങ്ങനെയാ. പക്ഷെ വേറെ കാര്യമുണ്ട്. കുടുക്ക് സാധനം നമ്മൾ ഇടുന്നത്. കുടുക്ക് സാധനം കുത്തിയിട്ടിട്ട് ഒരാഴ്ച 1-2 ആഴ്ച കഴിഞ്ഞിട്ട് പോയി കയറെടുത്തുള്ളൂ. ഇപ്പൊ അവിടെ ചെയ്തേക്കുന്നത് അങ്ങനെ
അവിടെ ചെയ്ത് കൊടുത്തേക്കുന്ന കയറും വട്ടക്കയറും മൂക്കയറും കൂടി ഇട്ട് വിട്ടേക്കാം. അടുത്ത ആഴ്ച ഇയാളെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുമോ? അവർ പറയാൻ അവർ ഇട്ട് കൊടുക്കുക, അല്ലെ അവർക്ക് ഇടാം. വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ആ കയറ് പിടിച്ചാൽ കയറിലോട്ട് രണ്ടെണ്ണത്തിനോട് പൂവിട്ട് കെട്ടണം, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്തേ 12 mm കയറ് കൊണ്ടിട്ടില്ല. അയ്യോ, ചാകിരി പോലെ ആയി. ആ 12 mm ഉണ്ട്, ചാകിരി പോലെ ആയി. മൂർച്ചയില്ല. നിങ്ങളുടെ അങ്ങനത്തെ ലൈറ്ററിൻ്റെ അവസ്ഥയാണ്. ഞങ്ങളങ്ങനെ ലൈറ്റർ ഇവിടെ പിച്ചാത്തി. ഒന്നും കേട്ടോ. ഓക്കെ, സെറ്റായില്ലേ? വേണ്ട, ഒരു ഫോട്ടോ എടുക്കാം. ബാ ബാ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട് ആള്. കണ്ടാ?